ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിന്ന് സൂയിൽ പോകുന്ന വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളങ്ങനെ എൻട്രൻസിൻ്റെയൊക്കെ കയറി പോയപ്പോൾ തന്നെ ആദ്യം എത്തിയത് സിംഹവാൽ കുരങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. ലയൺ ടൈൽഡ് മങ്കി ഏറ്റവും അറ്റത്ത് വന്ന് ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്ങ് മരത്തിൽ പോയിരുന്ന് എന്തോ ഒക്കെ ചെയ്യുകയായിരുന്നു. പിന്നെ അവിടുന്ന് നടന്ന് പിന്നെ ഏറ്റവും അറ്റത്ത് വന്നിരുന്ന് പഴം തിന്നാൻ തുടങ്ങി. പിന്നെ കുറേ നേരം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ബോറടിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ കാട്ടുപോട്ടിൻ്റെ അടുത്തേക്കാണ് പോയത്. അതവിടെ വെള്ളത്തിൽ ഇരുന്ന് എന്തോ ഒക്കെ ചെയ്യുകയായിരുന്നു. എന്തോ ഇരുന്ന് ചവയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തോന്നും മനസ്സിലൊന്നും ആയി. ഇതേപോലത്തെ കുറേ കളേഴ്സ് ഉണ്ട്. ബ്ലാക്കും ഉണ്ടായിരുന്നു, ബ്രൗണും ഉണ്ടായിരുന്നു. ഒരു 3-4 ഒക്കെ അവിടെ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയ ബംഗാൾ കുരങ്ങൻ്റെ അടുത്തേക്കായിരുന്നു. അവിടെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. കുറേ നേരമായിട്ട് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. പിന്നെ മരത്തിലൊക്കെ തൂങ്ങി കിടക്കണമെന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. പിന്നെ നോക്കിയപ്പോൾ ഒരെണ്ണം മരത്തിൽ കിടന്ന് ഉറങ്ങുന്നത് ഏറ്റവും താരയായിരുന്നു. അതവിടെ കിടക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. കാരണം അതിൻ്റെ രണ്ടിൻ്റെയും കളർ സെയിം ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അത് എണീറ്റിരുന്ന് പഴം തിന്നാൻ തുടങ്ങി. പിന്നെ ഞങ്ങളൊരു കുരങ്ങൻ്റെ പ്രതിമയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു കുരങ്ങൻ നോക്കിയപ്പോൾ ആ കുഴിയുടെയൊക്കെ അറ്റത്ത് വന്നിരുന്ന് എന്തൊക്കെ കാണിക്കുന്നത്, അതെന്തോ ഒരു വികൃതി മുഖമൊക്കെ കാണിക്കും. ഞങ്ങളതൊക്കെ കണ്ട് ചിരിക്കുമായിരുന്നു. ഞാനും ചേച്ചി എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അതിനെ നോക്കിയിട്ട് അതിനെ വിളിക്കുകയൊക്കെ ആയിരുന്നു. പക്ഷെ അത് മൈൻഡൊന്നും ചെയ്തില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് കാട്ടുകോഴിയുടെ അടുത്ത് ഓസ്ട്രിച്ചിൻ്റെ അടുത്തേക്ക് പോയത്. പിന്നെ ഞങ്ങൾ നേരെ പോയപ്പോൾ ഒരു മരമാണ് കണ്ടത്. രാജപ്പൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ റോയൽ പാം എന്ന് പറയും. നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നു പോയപ്പോൾ വേറൊരു മരം കണ്ട്. അതിൻ്റെ പേരാണ് ഓലട്ടിപ്പൻ. അതിനും അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ബംഗാൾ കഴുകൻ്റെ അടുത്തേക്കാണ്. അതിനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അതൊരു കല്ലിൻ്റെ മണ്ടയ്ക്കിരുന്ന് അതിൻ്റെ ദേഹമൊക്കെ ചൊറിയുകയായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ അവിടെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് വെള്ളവയറൻ കടൽ പരുന്തിനെ കാണാനായിരുന്നു. പിന്നെ ഞങ്ങൾ മീൻ മുതലേ കണ്ടു. പക്ഷെ അത് റിയൽ അല്ലായിരുന്നു. അതൊരു ജസ്റ്റ് ഒരു പ്രതിമയായിരുന്നു. 3 ഉണ്ടായിരുന്നു. അത് പുഴയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആദ്യമേ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് അത് റിയലായിരുന്നു. പക്ഷെ പിന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് അത് ഫേക്കാണ്. പിന്നെ നോക്കിയപ്പോൾ ഏതോ ഒരു പക്ഷി മേളിൽ ചെന്നിരിക്കുകയായിരുന്നു. അതുപോലത്തെ തന്നെ കുറേ പക്ഷികളുണ്ടായിരുന്നു. പിന്നെ വേറെ ടൈപ്പ് പക്ഷികളും ഉണ്ടായിരുന്നു അവിടെ തന്നെ. പിന്നെ ഞങ്ങൾ പോയത് ഇവരെയൊക്കെ കാണാനാണ്. പിന്നെയും ഒരു പുരയുണ്ടായിരുന്നു. അതിൻ്റെ കമ്പിയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ കൊക്കുകൾ അവിടെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ടായിരുന്നു. ചിലതൊക്കെ നേരെ ഇരിക്കുന്നു, ചിലതൊക്കെ അതിൻ്റെ കാലൊക്കെ കിടന്ന് ചൊറിയുന്നു, ചിലതൊക്കെ തമ്മി നോക്കി ഇരിക്കുകയായിരുന്നു. പക്ഷെ കാണാൻ വലിയ രസമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുകയായിരുന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് നിർണയെ കാണാനാണ്. അതൊരു പുഴയെ കടന്ന് രസിക്കുകയായിരുന്നു. ചില സമയത്തൊക്കെ ഒരു ശ്വാസം എടുക്കാൻ മേളിലേക്ക് പൊങ്ങി വരുമായിരുന്നു. പിന്നെ അത് മുങ്ങിപ്പോയി സ്വിമ്മിംഗ് പൂളിൻ്റെ കണക്ക് തന്നെ അതിനകത്ത് ഇങ്ങനെ കളിക്കുകയായിരുന്നു. നല്ല തണുപ്പായിരുന്നു തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഒന്നിനെയും കണ്ടില്ല. അതെല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുമായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഓണം എത്തി നോക്കുന്നു. പിന്നെ എല്ലാവരും ചിലതൊക്കെ മണ്ടയ്ക്ക് കയറാൻ തുടങ്ങി. ആ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ പച്ച കുറേ ബോൾസ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇലയും ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈഡിലൊരു പച്ച ബോൾ കിടക്കുന്നുണ്ടോ. അടുത്തതായി ഞങ്ങൾ പോയത് പന്നിക്കരടിയെ കാണാനാണ്. ഇംഗ്ലീഷ് സ്ലോത്ത് ബെയർ എന്ന് പറയും. അത് നടന്ന് അങ്ങ് അറ്റത്തോട്ട് വരാനാണ് അതിൻ്റെ പ്ലാൻ. പിന്നെ അത് കുറച്ച് നേരം ഇങ്ങനെ നടന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തന്നെ അറിഞ്ഞുകൂടി ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പോവുകയായിരുന്നു. പിന്നെ അവിടുന്ന് അത് അതിൻ്റെ മുഖത്ത് ഫുള്ളും അരിക്കായിരുന്നു. പിന്നെ ഒരു പന്നിക്കരടിയും കൂടെ കണ്ട് അത് സാധനത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയായിരുന്നു. പിന്നെ അത് അവിടുന്ന് കുറേ നേരം കിടന്ന് കളിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് ചില ആമകളെ ആയിരുന്നു. അത് അതിൻ്റെ സ്ഥലത്തിരുന്ന് കളിക്കുകയായിരുന്നു. അതിന് തിന്നാനുള്ള ഫുഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലാണ് അതിന് ഫുഡ്. അവിടെ അതോ ഒരാമ ഇങ്ങോട്ട് നമ്മളെ നോക്കി നിൽക്കുകയായിരുന്നു. അടുത്തയാണ് മെയിൻ ആൾ, സിംഹമായിരുന്നു. ഒരു ടേബിളിൽ കിടക്കുകയായിരുന്നു. ഞങ്ങളതൊന്നും മൈൻഡൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ ഇത് കടിക്കാനൊക്കെ വരുമെന്ന്. പിന്നെ അതിനെ നോക്കിയപ്പോൾ അത് ടേബിളിൽ അതിൻ്റെ വാലൊക്കെ ഒരു ബ്ലാക്ക് കളറായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഞങ്ങളെ അതിൽ നിന്ന് നോക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും നോക്കിയത് എന്തോ ഇവിടെ നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് എണീച്ചില്ലായിരുന്നു. അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ആരെ കണ്ടാലും അത് എണീക്കുന്നില്ല. പിന്നെ അത് ദേഷ്യപ്പെടുന്നതുമില്ല. ഞങ്ങൾ വിചാരിച്ച് ദേഷ്യപ്പെട്ടെന്ന് മറിക്കുമോ. പിന്നെ അത് എല്ലാവരും നോക്കി വിചാരിക്കും ഇത്ര ആൾക്കാർ എന്തോത്തിനാണ് എന്നെ നോക്കാൻ വന്നിരിക്കുന്നത്. അതിന് ദേഹത്ത് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ക്യാമറയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നീട് ഞങ്ങളെ നോക്കുന്നു, മറ്റേ ആൾക്കാരെ നോക്കുന്നു, ഞങ്ങളെ നോക്കുന്നു, മറ്റേ ആൾക്കാരെ നോക്കുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ എമൂനെ കാണാനായിരുന്നു പോയി. അത് വലിയ എമൂനെയൊന്നും കണ്ടത്, ചെറിയ ചെറിയ എമൂനെയൊക്കെ കണ്ടു. പിന്നെ അത് വലിയ കുറേ എമൂസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ താഴെ നോക്കിയപ്പോൾ ഒരു പീജിയൻ ഇരുന്ന് അവിടെ നിന്ന് എന്തോ കൊത്തുന്നു. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് ഹിപ്പോപ്പൊട്ടാമസിനെ ആയിരുന്നു. അത് അവിടെ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. രണ്ടാൾക്കാരിരുന്ന് തമ്മി നോക്കിക്കൊണ്ടായിരുന്നു തിന്നുന്നത്. പിന്നെ അപ്പുറത്തെ രണ്ടാൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? പേരെന്താണെന്നറിയോ? പപ്പടമര എന്നാണ് ഈ മരത്തിൻ്റെ പേര്. ഇതിനകത്ത് കുറേ ഇലയുണ്ടായിരുന്നു, നേരത്തെ കണ്ട പോലെ അല്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ മാനിനെ കണ്ട്. അവിടെ കുറേ മാനുണ്ടായിരുന്നു. അവിടുന്ന് അത് പുല്ല് തിന്നുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയായിരുന്നു പുല്ലൊക്കെ തിന്നുന്നത്. പിന്നെ കുറേ പിള്ളേരായിരുന്നു. പക്ഷേ പിന്നെ ഒരു മാന്, പിന്നെ കൃഷ്ണമൃഗം എന്നും പറഞ്ഞൊരു മൃഗം ഉണ്ടായിരുന്നു. അതിനെ കാണാൻ നമ്മുടെ മാനിൻ്റെ കണക്ക് തന്നെ ആയിരുന്നു, പക്ഷെ കൂർത്ത കൊമ്പായിന്. അത് ഞങ്ങൾ പോയപ്പോൾ അവിടുന്ന് രണ്ടെണ്ണം കൂടെ ഫൈറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ബ്രൗൺ റോയെ കാണാനായിരുന്നു. പിന്നെ മലയാളത്തിലും ബ്രൗൺ റോയ എന്നാണ് പറയുന്നത്. അതൊരു 10 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് മാനിനെ പോലത്തെ ഒരു സാധനത്തിന്. ഞാൻ പേരെന്തോന്ന് ഞാനൊന്നും മറന്നു, എനിക്ക് അറിഞ്ഞുകൂടല്ലെങ്കിൽ ഇതിനെയൊന്നും. കുറേ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുവാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു കൊമ്പൊക്കെ കുലുക്കും. പിന്നെ ഈ ബാക്കിൽ നിൽക്കുന്ന ആ മാൻ ഇവിടെ ഉണ്ടെങ്കിലും കുറേ നേരമായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ കുറേ നേരം കൊണ്ട് അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഇച്ചിരി നേരം അവരൊക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കണ്ടത് മസിലുള്ള ഒരു പോത്തിനെയാണ്. കാണുമ്പോൾ നല്ല മസിലുണ്ട്. മസിൽ പിടിച്ചിരിക്കുക. 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇരുന്ന് പുല്ലിന് വരും, 2 എണ്ണം പുല്ലിന് വരും. പിന്നെ കുറേ പ്രാവും കാക്കയൊക്കെ വന്നിരുന്നായിരുന്നു. പിന്നെ ഞങ്ങളൊരു മാനിനെ കണ്ട്. പിന്നെ കുറേ മാനുള്ളൊരു കൂട്ടത്തിനെ ഞങ്ങൾ കണ്ട്. അവിടെ നിന്ന് കുറേ മാനുണ്ടായിരുന്നു. മാനുകളുടെ കുഞ്ഞും ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു ആ മാനിനെയൊക്കെ കാണാൻ. രസമായിരുന്നു അതിനെയൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ പോയത് മുള്ളൻപന്നിയുടെ സെക്ഷനിലേക്കായിരുന്നു. 3 എണ്ണം അവിടുന്ന് ചാടി കളിക്കുകയായിരുന്നു. ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടുന്ന് വെറുതെ ഇരിക്കുമായിരുന്നു. ഈ 3 എണ്ണം മാത്രമേ ഉള്ളൂ അവിടുന്ന് ചാടി കളിക്കുന്നത്. 2 എണ്ണത്തിനെ ഇങ്ങോട്ട് ചാടി കളിക്കുമ്പോൾ മുള്ളിളകി തറയെ വീണ്. പിന്നെ ഞങ്ങൾ പോയത് ബട്ടർഫ്ലൈ തോട്ടത്തിലേക്കായിരുന്നു. അവിടെ കുറേ ഫോട്ടോയിൽ കുറേ ടൈപ്പ് ബട്ടർഫ്ലൈയെ കണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ നമ്മുടെ വീട്ടിലുള്ള ബട്ടർഫ്ലൈ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഒരു 4-5 ബട്ടർഫ്ലൈ ഒക്കെ കണ്ടോളൂ, കുറേ ഒന്നും കണ്ടില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ഒരു വെള്ളത്തിൽ ഒരു മുതല കിടക്കുന്നത് കണ്ടത്. ആ മുതല അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു. അത് എന്തോ ചെയ്യുന്നത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ചത്തുവെന്നാണ്. ഇത് റിയൽ മുതലയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടൊരു പിന്നെ നമ്മൾ നേരുമ്പോൾ നമ്മുടെ മെയിൻ സെക്ഷനിലേക്കാണ്, പാമ്പിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അവിടെ കുറേ പാമ്പിനെ ഞങ്ങൾ കണ്ടു. കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു. 7 സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ പാമ്പിൻ്റെ ഒരു ഗുഹയുടെ അകത്താണ് ഈ പാമ്പിനെയൊക്കെ അവർ വെച്ചിരിക്കുന്നത്. ഒരു തടിയിലാണ് ഈ പാമ്പൊക്കെ കിടക്കുന്നത്. നല്ല രസമാണ് അതിൻ്റെ മൂവ്മെൻ്റൊക്കെ കാണാം. പിന്നെയാണ് ഞങ്ങൾ അനാക്കോണ്ടയെ കണ്ടത്. അനാക്കോണ്ട അവിടെ കിടന്ന് എന്തോക്കെ ചെയ്യുമായിരുന്നു. അതിനെ നോക്കിയപ്പോൾ ഭയങ്കര വലുതായിരുന്നു. പിന്നെ അതിൻ്റെ തലയൊക്കെ മേളിൽ വെച്ചിരിക്കുകയായിരുന്നു. ഗ്രീൻ അനാക്കോണ്ട എന്നായിരുന്നു അതിന് പറയുന്നത്. അത് തല മേളിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് പിന്നെ ഒന്നും അനങ്ങിയില്ല. ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഒരു ഗോൾഡും പിന്നെ ചില കളറൊക്കെ ഉള്ള ഒരു പാമ്പിനെ കണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഒരെണ്ണം തടിയുടെ മണ്ടയ്ക്ക് തലയിട്ടിരിക്കുന്നു. പിന്നെ കുറേ ഗോൾഡ് പാമ്പ് അവിടെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നു. 2 പാമ്പ് മാത്രം വെളിയിറങ്ങിയിരുന്ന് ഇടഞ്ഞു പോവുകയായിരുന്നു. അത് 2 ഉള്ളായിരുന്നു കളിക്കുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഒരു പാമ്പ് എണീറ്റ് നമ്മളെയൊക്കെ നോക്കുന്നു. അതിനകത്ത് നാക്കിങ്ങനെ നീട്ടി കാണിക്കുന്നു. പിന്നെ നോക്കിയപ്പോൾ ഒരു പാമ്പ് കുടത്തിൻ്റെ അടിയിൽ കയറി കിടക്കുന്നു. പിന്നെ നോക്കിയപ്പോൾ ഒരു ഊനാലിൻ്റെ അടിയിൽ കയറി കിടക്കുന്നു. അടുത്തയായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലെപ്പോർഡിനെ ആയിരുന്നു. അതിങ്ങനെ അവിടെ തന്നെ കിടക്കുമായിരുന്നു. അവിടെ നിന്ന് അനങ്ങിയില്ല. പിന്നെ കുറേ ആമകൾ വെള്ളത്തിൽ കിടന്ന് കളിക്കുകയായിരുന്നു. പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മളൊരു പുലിയാണോ അതോ സിംഹമാണോ എന്ന് അറിഞ്ഞുകൂടാ, അതവിടെ കിടന്ന് ഇങ്ങനെ ഞങ്ങളെ നോക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങളെയൊക്കെ നോക്കിയിരുന്നു. പിന്നെ അത് തിരിഞ്ഞ് കിടന്ന് മറിയുമായിരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.